നമസ്കാരം. കേറ്ററ്റ് 3യുടെ 8ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇവിടെയും 10 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ? 4 ക്വസ്റ്റ്യൻസ് കൊടുത്ത് 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ 4 ഓപ്ഷൻസിൽ ശരിയേത്? ഇതാണല്ലോ നമ്മുടെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ? ഇത് നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു റാഷണൽ നമ്പർ ആണെന്ന്. കാരണം ഇത് സ്ക്വയർ റൂട്ട് 1.2 ആണ്. 1.2 ഈസ് എ റാഷണൽ നമ്പർ. ഇതൊന്ന് മനസ്സിലാക്കാം നമുക്ക്. ഇത് റൂട്ട് 6 എന്ന് പറയുന്നത് റൂട്ട് 2 into root 3, root 10 is root 2 into root 5 and divided by root 3 into root 5. Then we can cancel like this. Therefore root 2 into root 2, that is 2. Therefore this is a rational number. Root 2 minus root 3 all squared. It expanded is 12 plus 3 minus 2 root 36 എന്നല്ലേ വരുള്ളൂ. റൂട്ട് 36 റാഷണൽ നമ്പർ. ഇപ്പം മൊത്തത്തിലൊരു റാഷണൽ നമ്പറായി മാറും അത്. ഇനി ഈ ഒരു ഓപ്ഷനാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. റൂട്ട് ഓഫ് 64/10, ദാറ്റ് ഈസ് 8/√10. ഇതൊരു റാഷണൽ നേച്ചറുള്ള നമ്പറാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. Mass of nucleon is about 2000 times mass of electron. Mass of electron is this one. What is mass of nucleon? Mass of nucleon എന്ന് പറയുമ്പോൾ 9.11 into 10 raised to minus 28 into 2000. That is 2 into 10 raised to 2. 10 raised to 2000 ആണ്. 10 raised to 3. Therefore 18.22 into 10 raised to minus 27. Okay, that is ഇത് നോക്കൂ, 1.822 into 10 into 10 raised to ഇവിടെ -28 plus 3 -25. Therefore this is -24 ആണ്. This is -25. ഇതിൽ എത്രയും ചേർന്ന് കഴിയുമ്പോൾ 1.822 into 10 raised to -24. ഓക്കെ, ഇവിടെ ഇതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. Square root of 0.444 etc. അതൊരു ടെർമിനേറ്റിംഗ് അല്ലാതെ പോകുന്നതാണ്. 0.444 റിപ്പീറ്റേഷൻ ഉണ്ട്, പക്ഷെ അത് അവസാനിക്കുന്നില്ല. 9ാം ക്ലാസ്സിലെ ഒരു ടോപ്പിക് ആയിരുന്നു. ഇപ്പോൾ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഇത് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പണ്ട് 9ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്, ഡെസിമൽ ഫോം എന്നുള്ള ഭാഗത്ത്. ഇപ്പം ഈ ചോദ്യത്തെ ഒന്ന് വിശകലനം ചെയ്യാം. 1/9 എന്നത് 0.111 എക്സെട്ര. 2/9 ഈസ് 0.222 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. കണ്ടിന്യൂ ചെയ്യുന്നത്. 3/9 ഈസ് 0.333 എക്സെട്ര. ഇങ്ങനെ 3 കുത്തിടുന്നു. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ആ കാണുന്നത് 0.444 എക്സെട്ര. ആ കാണുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം. റൂട്ട് ഓഫ് 4/9, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 4/9 ഈസ് 2/3. 2/3 is 4/9.
6/9 into 3 into 3 numerator and denominator. അപ്പോൾ 6/9 that's equal 0.666 etc. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ. 1ൻ്റെ ഡെസിമൽ ഫോം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ 0.999 എന്ന് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതാണ് 1ൻ്റെ ഡെസിമൽ ഫോം. ഓക്കെ, ആ 3 വരകൾ അത് ഒരിക്കലും അത് അവസാനിക്കുന്നില്ല, ഇൻറ്റർമിനേറ്റിംഗ് ആണ് എന്നാണ്. ഇതൊരു കൺവെർജൻസുമായി ബന്ധമുള്ള ഒരു കോൺസെപ്റ്റായിട്ട് നമുക്കതിനെ മനസ്സിലാക്കണം. ഹൈസ്കൂൾ ക്ലാസ്സിലെ ഇത്തരം ഒരു ചർച്ചകൾ പാഠപുസ്തകത്തിൽ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അടുത്ത ചോദ്യത്തിലേക്കൊന്ന് കടക്കാം. ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. a+2b a-2b. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് -2b ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൾജിബ്ര എന്താണ്? ആൾജിബ്ര കാണാനായിട്ടുള്ള ഏറ്റവും ഷോർട്ട് കട്ട് ഫോം എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ഇൻറ്റു n പ്ലസ് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. ഇതിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ ആൻസർ കൃത്യമായിട്ട് കിട്ടും. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കുറച്ച് ആലോചിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇവിടെ 2 equal pentagons are formed by removing a right angled isosceles triangle from a square of side 1. ഒരു സ്ക്വയർ ഉണ്ട്. ഈ സ്ക്വയറിൽ നിന്ന് കണ്ടോ, ഇതാണ് സ്ക്വയർ. ഇത് ഇങ്ങനെ വരച്ചിട്ട് ഇത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നു. ഓക്കെ, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടുന്നത് ഇതുപോലുള്ളൊരു പാർട്ടായിരിക്കും കിട്ടുന്നത്, ഇങ്ങനൊരു ഭാഗമായിരിക്കും കിട്ടുന്നത്. ഇത്തരം 2 എണ്ണം, ഈ കാണുന്നതും ഇതും ചേർത്ത് വച്ചിരിക്കുന്ന ഒരു രൂപമാണ് ഈ കാണുന്നത്. അപ്പം ആ രീതിയിൽ അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇവിടെ കിട്ടിയിരിക്കുന്നത് 2 pentagons are then fitted together as shown. What is the length of the perimeter of the octagon so formed? ഇതൊരു ഔട്ടർ നോക്കിക്കഴിഞ്ഞാൽ ഇത് 1 2 3 4 5 6 7 8 സൈഡഡ് പോളിഗണായിട്ട് അതിനെ കണക്കാക്കുക. ഒരു കോൺകേവ് പോളിഗനാണ്, നല്ലൊരു 8 സൈഡഡ് ആണിത്. അകത്തുള്ള ഭാഗം അതിൻ്റെ പെരിമീറ്ററിൻ്റെ പാർട്ടല്ലല്ലോ, അങ്ങനെ നമുക്കതിനെ കാണാം. ഓക്കെ, ഇതിൻ്റെ സൈഡ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ രൂപം, ഈ പാത്തിൻ്റെ പെരിമീറ്ററാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഇതെല്ലാം 1 ആണ്. ഈ ലെങ്ത് 1 ആണ്. ഇത് 1, ഇത് 1, ഇത് 1. 1 2 3 4 അവിടെ വന്നു കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഈ ലെങ്ത്തും പിന്നെ ഈ പാർട്ടും ചേർന്നതാണ്. അത്രയും കാര്യങ്ങൾ ചേർന്നതാണ്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കിയെടുക്കൂ, അത് എത്രയൊക്കെ ആയിരിക്കും എന്നുള്ളത്. കണ്ടോ, ഈ പടെയുള്ള ഈ ലെങ്ത് 1 ആണെങ്കിൽ ഇത്രയും ഈ ഭാഗം 1 ആണ്, ഇത്രയും ഭാഗം 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ട് 1/√2 ഇത്രയുള്ള ഇവിടെയുള്ള ഭാഗവും 1/√2 ആണ്. അങ്ങനെയുള്ളതാണെങ്കിൽ 2/√2 ദാറ്റ് ഈസ് √2. അപ്പം ഈ പാർട്ടും കൂടി കൂട്ടിയാൽ √2 കിട്ടും. ഓക്കെ, √2 ആണ് കിട്ടുന്നത്. ഈ 2 ഭാഗങ്ങൾ കൂട്ടിയാൽ √2 കിട്ടും.
പക്ഷെ ഈ നീളം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ കാണുന്ന ഈ ലെങ്ത്. ഈ നീളം തന്നെയാണ് ഇവിടെ കാണുന്ന ലെങ്ത്. അതിൻ്റെ അർത്ഥം ഇത് രണ്ടും കൂട്ടിയാലും √2 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെത്രയായിരിക്കും ഈ പാർട്ട്? ഇത് √2 ഉണ്ടോ? അപ്പം ഇവിടെ ഈ രണ്ട് പാർട്ടും കൂടി, ഈ ഭാഗവും പിന്നെ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ബാക്കി ഒരു 2 കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് 6 ആവും. ഈ 2 എങ്ങനെ കിട്ടുമെന്ന് ഒന്ന് വായിച്ച് നോക്കുക, ഒന്ന് മനസ്സിലാക്കി നോക്കുക. കാരണം ഈ ഡിസ്റ്റൻസ് തന്നെയാണ് ഈ ലെങ്ത് തന്നെയാണ് ഈ ലെങ്ത്. മൊത്തത്തിലെ ഇത് 1 ആണ്. 1-ൽ നിന്ന് ഈ ഡിസ്റ്റൻസ് കുറക്കുന്നു. ഇതിപ്പോൾ 1/√2 ആണ്. അപ്പോൾ 1 - 1/√2 പ്ലസ് ഈ ലെങ്ത് എത്രയാണ്? 1 - 1/√2, ദാറ്റ് ഈസ് 2 - √2. ഇത് രണ്ടും ചേർന്ന് കഴിഞ്ഞപ്പോൾ √2 ആണ്. 2 - √2 ആയി. ഈ 2 - √2 ഇവിടെ ഇത് രണ്ടും കൂടി ചേർന്നപ്പോൾ √2 ആയി. അപ്പോൾ പെരിമീറ്റർ എത്രയായിരിക്കും? 4 + √2 + 2 - √2 കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണത്. എന്നാൽ അത് കുറച്ച് ഷാർപ്പായിട്ടത് മനസ്സിലാക്കാനുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയ എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഷെയ്ഡ് ചെയ്തിരിക്കുന്നൊരു പാർട്ടുണ്ട്, അതിൻ്റെ ഏരിയ എത്രയാണ് എന്നുള്ളതാണ്. ഈ സർക്കിളിൻ്റെ റേഡിയസ് 3 ആണെന്ന് പറയുന്നുണ്ട്. ഇവിടെ സെൻറ്ററാണ്. ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ക്വാഡ്രിലാറ്ററൽ കിട്ടും. ഓക്കെ, ഇതുപോലൊരു ക്വാഡ്രിലാറ്ററൽ കിട്ടും. യഥാർത്ഥത്തിൽ അത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അതിനപ്പുറം ഇവിടെ ഒരു 90 ഡിഗ്രി ഇവിടെയും കാണാം. ടാൻജന്റ് ഈസ് പെർപെൻഡിക്കുലർ ടു റേഡിയസ് എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ച്. അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ 30 ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെടും മുകളിലത്തെ ആംഗിള്. അപ്പോൾ ഓരോ ട്രയാങ്കിളും 30 ഇങ്ങനെയായിരിക്കുമല്ല. ഈ ട്രയാങ്കിൾ വരുന്നത് എങ്ങനെയിരിക്കും? ഇവിടുത്തെ ട്രയാങ്കിള് ഇതുപോലൊരു ട്രയാങ്കിൾ ആയിരിക്കും. 30, 60, 90 ട്രയാങ്കിൾ ആയിരിക്കും. റേഡിയസ് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെത്രയായിരിക്കും? 30ക്ക് എതിരെയാണ് 3 വരുന്നത്. അങ്ങനെയാണെങ്കിൽ 60ക്കെതിരെ 3√3 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരെണ്ണത്തിൻ്റെ ഏരിയ 1/2 × 3 × 3√3. അതുപോലെ ഇപ്പുറത്തുണ്ടല്ലോ. അപ്പോൾ ടോട്ടൽ ഏരിയ 2 ആയി. അപ്പോൾ 9√3 എന്നായി ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയ. ഓക്കെ, ഇതിനെ കൂടി നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ബാക്കിയുള്ള ഈ ഭാഗത്തിൻ്റെ ഏരിയ ആഡ് ചെയ്യണം. അപ്പോൾ ഇത് 120 ഡിഗ്രി ആയതുകൊണ്ട് ഇവിടെയുള്ള ബാക്കിയുള്ള ഭാഗത്തിൻ്റെ ഏരിയ എത്രയാണ്? എത്ര ഭാഗമാണ്? ഇത് 1/3. 2/3 ഓഫ് π × 3². 2/3 ഓഫ് π × 3². അപ്പം 9√3 പ്ലസ് 2/3 ഓഫ് π × 9 കട്ട് ചെയ്ത് പോയാൽ 9√3 പ്ലസ് 9√3 പ്ലസ് 6π എന്ന് കിട്ടും.
അതായത് 6π+9√3 എന്ന ആൻസറിലേക്ക് എത്തുന്നു. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ which diagram represents the set of points xy such that y² minus 2y is equal to x² plus 2x? കണ്ടു, ഈ കൂട്ടത്തിൽ ഏതാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫ്? അപ്പോൾ y² മൈനസ് 2y ഇസ് ഈക്വൽ ടു x² പ്ലസ് 2x എന്ന് കണ്ടാൽ നമുക്കിവിടെ y² മൈനസ് x² ഇസ് ഈക്വൽ ടു 2x പ്ലസ് 2y എന്ന് കാണാം. അപ്പോൾ y മൈനസ് എക്സ് ഇൻറ്റു വൈ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു വൈ പ്ലസ് എക്സ്. അതായത് y മൈനസ് എക്സ് കണ്ടോ, ഇവിടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഒന്നില്ലെങ്കിൽ y മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്നാകാം, അല്ലെങ്കിൽ y പ്ലസ് എക്സ് 0 ആകാം. അതായത് y ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2, y ഇസ് ഈക്വൽ ടു മൈനസ് എക്സ്. അപ്പോൾ ഈ രണ്ട് ഗ്രാഫുകൾ ഇതിലേതാണെന്ന് നോക്കിയാൽ മതി. അവിടെ കറക്റ്റ് ഓപ്ഷൻ ഇതാണ്. അതായത് y ഇസ് ഈക്വൽ ടു മൈനസ് എക്സിന് എൻ്റെ ഗ്രാഫ് നമുക്കറിയാമല്ലോ. y ഇസ് ഈക്വൽ ടു മൈനസ് എക്സിൻ്റെ ഗ്രാഫ്, y ഇസ് ഈക്വൽ ടു മൈനസ് എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും? എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു കഴിഞ്ഞാൽ y ഇസ് ഈക്വൽ ടു മൈനസ് എക്സിൻ്റെ ഗ്രാഫ് ഇതുപോലെ വരുള്ളൂ. പിന്നെ അടുത്തത് രണ്ടാമത്തത് ഈ കാണുന്നത് ഈ വര. അപ്പോൾ y ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2, ആ വര ഈ കാണുന്നതാണെന്ന് വ്യക്തമാണ്. y ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2. ആ അർത്ഥത്തിൽ ഈ കാണുന്ന ഇ എന്ന ഓപ്ഷനാണ് കറക്റ്റ് ആവുന്നത്. അടുത്തത് എട്ടാമത്തെ ചോദ്യമാണ്. ഒരു പാരലോഗ്രാമിൻ്റെ 3 വെർട്ടിസസ് സർക്കിളിലാണ്, 4ാമത്തെ വെർട്ടെക്സ് സെൻറ്ററിലാണ്. അത് ഒരു റഫ് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ഒരു പാരലോഗ്രാമിൻ്റെ 4 വെർട്ടിസസിൽ 3 സർക്കിളിലും 1 സെൻറ്ററിലുമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം. ഈ ആംഗിളിനെ എക്സ് എന്നെടുത്താൽ ഇത് എക്സ് തന്നെയാണ്, പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ 2x എന്ന് കണ്ടാൽ ഇതും 2x ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ ഈ ആംഗിൾ എക്സ് ആയിരിക്കും, ഈ 2xൻ്റെ പകുതി. therefore x plus 2x, that is 3x is equal to 180, x is equal to 60 എന്ന് കിട്ടും. x 60 ആണെങ്കിൽ ഇവിടുത്തെ ഈ ആംഗിള് 120 ഡിഗ്രിയാണ്. അതായത് പാരലോഗ്രാമിൻ്റെ വലിയ ആംഗിള് 120 ഡിഗ്രി എന്ന് കിട്ടും. 9ാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാൽ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്. സർപ്രൈസ് ടെസ്റ്റ് യൂസിങ് ദ ലെസൺ. ഇവിടെ ക്വസ്റ്റ്യൻസ് ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ പറയാം ക്വസ്റ്റ്യൻ. 7ാമത്തെ യൂണിറ്റിലാണിത് വരുന്നത്. 8ാമത്തെ ഭാഗത്ത്, ഒരു മിനിറ്റ്, 8ാമത്തെ അതിൽ വരുന്ന ക്വസ്റ്റ്യൻ ഈ കാണുന്നതാണ്. Which of the following is associated with formative assessment in mathematics? ആ ക്വസ്റ്റ്യൻ ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. Which of the following is associated with formative assessment? അതെ, ഒബ്സർവിങ് ദ ചിൽഡ്രൻ ഓൺ ദെയർ ടാസ്ക്. ഇതാണ് മെത്തഡോളജിയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യമാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അടുത്തത് ആർക്ക് ലെങ്ത് ഓഫ് ദ ആർക്ക് ഓഫ് എ സർക്കിൾ ഈക്വൽ ടു റേഡിയസ്. ഒരു സർക്കിളിൻ്റെ ആർക്ക് ലെങ്ത് റേഡിയസിന് ഈക്വൽ ആണ്. ആർക്ക് എന്ന് പറഞ്ഞത് വളഞ്ഞൊരു ഭാഗമാണ്. ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു റേഡിയസ്. ആൻഡ് വാട്ട് ഈസ് ദ മെഷർ of the central angle of the arc?
ഇൻ റേഡിയൻ. ഇവിടെ 1 റേഡിയൻ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അത് സർക്കുലാർ മെഷർ എന്ന അർത്ഥത്തിലാണ് ഈ സി ഇട്ടിരിക്കുന്നത്. റേഡിയൻ മെഷറിന് മറ്റൊരു പേരാണല്ലോ സർക്കുലാർ മെഷർ, നമുക്കറിയാവുന്ന കാര്യമാണത്. അപ്പം ഇവിടെ ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? അപ്പം റേഡിയൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം ആദ്യം നമ്മൾ. അതായത് ഒരു സർക്കിളിലെ ആർക്കിൻ്റെ ലെങ്ത് റേഡിയസിന് ഈക്വൽ ആണെങ്കിൽ, ഈ രണ്ട് ലെങ്ത് ഈക്വൽ ആണെങ്കിൽ സെൻട്രൽ ആംഗിള് 1 റേഡിയൻ ആയിരിക്കും. അപ്പോൾ റേഡിയസിൻ്റെ ഇരട്ടിയാണ് ആർക്ക് ലെങ്ത് എങ്കിൽ സെൻട്രൽ ആംഗിൾ 2 റേഡിയൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആർക്ക് ലെങ്തിനെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റേഡിയനിലുള്ള സെൻട്രൽ ആംഗിൾ കിട്ടും. ആ സെൻസിൽ 2πr എന്ന് പറയുന്ന ടോട്ടൽ ആർക്ക് ലെങ്തിനെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2π റേഡിയൻ എന്ന് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 360 ഡിഗ്രി ഈസ് 2π റേഡിയൻ എന്ന് പറയുന്നത്. ഇത് വെച്ച് നമുക്ക് കൺവേർഷൻ ആകാം. ഇത്തരം റേഡിയനിലേക്കുള്ള കൺവേർഷൻ, ഡിഗ്രിയിലേക്കുള്ള കൺവേർഷൻ കേട്ടിട്ട് പരീക്ഷയിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം ഹയർ സെക്കൻഡറിയിലാണ് അത് കൂടുതൽ പഠിക്കുന്നതെങ്കിലും അത് പണ്ട് ഹൈസ്കൂൾ ക്ലാസ്സുകളിലും ഡിസ്കസ് ചെയ്തിരുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ട് ആ കാര്യം മനസ്സിലാക്കുക. അപ്പം ഇവിടെ 1 റേഡിയൻ എന്ന് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നന്ദി.